പേരാവൂരിലേക്ക് നിർബന്ധിച്ചു വിടുകയാണെങ്കിൽ താൻ മത്സരരംഗത്തില്ല. വടകരയിൽ മത്സരിപ്പിച്ചപ്പോൾ കേട്ടതിനേക്കാൾ വലിയ വിമർശനം CPIM കേൾക്കേണ്ടി വരും. മണ്ഡലം വിജയിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു സ്ട്രാറ്റജിയാണിത് എന്ന് കരുതാൻ കഴിയില്ല. മന്ത്രിസഭയിൽ നിശ്ചയമായി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളാണ് അവർ. ചരിത്രപരമായി കാണുന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറോട് കാണിക്കുന്നത് ഒരു അനീതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. കേരളത്തിലെ 3 മുന്നണികളും സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഒക്കെയായി സജീവമായി നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും കൗതുകം തോന്നുന്നത് മുൻ മന്ത്രിയും CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമോ എന്നതാണ്. KK ശൈലജയുടെ പേര് CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയിൽ ഇല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മട്ടന്നൂര് DYFI നേതാവ് സനോജിനെയാണ് നിർദ്ദേശിച്ചത് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിറകെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ നിർദ്ദേശിച്ച പട്ടിക പ്രാഥമികമായി പരിഗണിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിലെ മറ്റംഗങ്ങൾക്കെല്ലാം മത്സരിക്കാമെങ്കിൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ മട്ടന്നൂരിൽ വീണ്ടും എന്ന ചോദ്യം KK ശൈലജ ചോദിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതൊക്കെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്, പരസ്യ പ്രതികരണങ്ങളല്ല. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ CPIMൻ്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതാണ്ട് കൃത്യമായി തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ അവിശ്വസിക്കാനും സാധിക്കില്ല. ശൈലജ ഇത്തവണ മത്സരരംഗത്തുണ്ടാവുമോ? പേരാവൂരിൽ നിന്ന് മത്സരിക്കുമോ? മുമ്പ് 2 തവണ അവരവിടെ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ എന്താ തോന്നുന്നത്, KK ശൈലജ മട്ടന്നൂർ മത്സരിക്കുന്നതാണോ അതോ പേരാവൂർ മത്സരിക്കും എന്നാണോ അതോ മത്സരരംഗത്തെ ഉണ്ടാവില്ല എന്നാണോ? നേരത്തെ വന്ന വാർത്തകൾ, അതിൻ്റെ പല ഘട്ടങ്ങളിലായി വന്ന വാർത്തകൾ KK ശൈലജ ഒരു പക്ഷേ ഒരു മന്ത്രിസഭയിലെ 2ാം സ്ഥാനം എന്ന് കൽപ്പിക്കപ്പെടാവുന്ന വിധത്തിൽ, ആ തരത്തിൽ ഉയർത്തിക്കാണിക്കാവുന്ന വിധത്തിൽ KK ശൈലജയും മത്സരരംഗത്തുണ്ടാകും. പിണറായി വിജയൻ കഴിഞ്ഞാൽ മത്സരരംഗത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ആൾ KK ശൈലജയായിരിക്കും. അങ്ങനെ ഒരു തുടർഭരണം LDF ലക്ഷ്യമിടും എന്നായിരുന്നു തുടക്കത്തിൽ ആളുകളുടെ ഒരു പരിഗണനയിലുണ്ടായിരുന്ന കാര്യം. പിന്നീട് വന്ന വാർത്ത KK ശൈലജ മത്സരിക്കുന്നില്ല, ഇത്തവണ മത്സരിക്കുന്നേയില്ല എന്നായിരുന്നു. പേരാവൂരിലേക്ക് നിർബന്ധിച്ചു വിടുകയാണെങ്കിൽ താൻ മത്സരരംഗത്തില്ല, അല്ലെങ്കിൽ മട്ടന്നൂർ മത്സരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ മത്സരരംഗത്തേക്കില്ല എന്ന തൻ്റെ അഭിപ്രായം ശൈലജ നേതൃത്വത്തെ അറിയിച്ചതായും വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തയാണിത്. പേരാവൂരിലേക്ക് പോകണം, പേരാവൂരിൽ മത്സരിക്കണം എന്ന് പാർട്ടി തീരുമാനിക്കാൻ പോകുന്നു. അതിന് കാരണം താൻ മാത്രമായി എന്തിനു മാറി നിൽക്കണം എന്ന അവരുടെ ചോദ്യത്തിന് ഉത്തരമായി അങ്ങനെയെങ്കിൽ പേരാവൂരിൽ മത്സരിക്കാം എന്ന് പാർട്ടി പറഞ്ഞു എന്നതാണ്. ഇത്തരം CPIMുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻറ്റേർണൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെച്ചാലും KK ശൈലജയെപ്പോലെ ഒരാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടുകയോ പരാജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് അയക്കപ്പെടുകയോ ചെയ്യേണ്ട ഒരാളാണ് എന്ന് പൊതുവായി കേരളം കരുതുന്നില്ല എന്നതാണ്. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മൊത്തത്തിലെടുത്താൽ അതിലപൂർവം വനിതാ നേതാക്കൾക്ക് മാത്രമാണ്, ഒരുപക്ഷെ KR ഗൗരിയമ്മ കഴിഞ്ഞാൽ മറ്റൊരാൾക്കും കിട്ടാത്ത വലിയ അംഗീകാരമാണ് KK ശൈലജയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കിട്ടിയത്. പ്രത്യേകിച്ചും കേരളം ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കോവിഡ് നിപ്പ കാലത്ത്. അതിനുശേഷം അവർക്ക് കിട്ടിയ രാഷ്ട്രാന്തരീയ അംഗീകാരങ്ങൾ, കേരളത്തിനകത്ത് അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ അവരെക്കുറിച്ചുള്ള ഗുഡ്വില്ലിൻ്റെ വർധന, ഇതെല്ലാം പരിഗണിച്ച് CPIMൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ നേതൃനിരയിൽ 1ാമത്തെയോ 2ാമത്തെയോ ആളായി കുറച്ചധികം കാലം KK ശൈലജ ഉണ്ടാകും എന്ന ഒരു പൊതുചിന്തയുണ്ടായിരുന്നു. അത് 2021 അത് തടയപ്പെട്ടു. അത് ബോധപൂർവമായ തടയലായിരുന്നു എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇതിലെ ഒരു പ്രശ്നം, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റിൽ നിന്ന് അവർ ലോക്സഭയിലേക്ക് മത്സരിച്ചു. അന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ വിമർശനം അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ സീറ്റിൽ മത്സരിപ്പിച്ചത് എന്നായിരുന്നു. യഥാർത്ഥത്തിൽ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കും ഒരുപക്ഷെ CPIM അവരവിടെ മത്സരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ K രാധാകൃഷ്ണനെ ആലത്തൂർ മത്സരിച്ചു, അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു. അതുപോലൊരു വിജയം വടകരയിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരിക്കും, കണക്കൂട്ടിലായിരിക്കും. അവർക്കിപ്പോൾ ബഷീർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ ജനപിന്തുണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലായിരിക്കും ഒരുപക്ഷെ അവിടെ മത്സരിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ പരാജയപ്പെട്ടു. വീണ്ടും
ജയം ഉറപ്പില്ലാത്ത ഒരു സീറ്റിലേക്ക് അവരെ മത്സരിക്കാൻ പറഞ്ഞുവിടുന്നു എന്ന് പറഞ്ഞാൽ വടകരയിൽ മത്സരിപ്പിച്ചപ്പോൾ കേട്ടതിനേക്കാൾ വലിയ വിമർശനം CPIM കേൾക്കേണ്ടി വരും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത്ര വലിയൊരു റിസ്ക് തീർച്ചയായിട്ടും. ഒന്ന്, ഇൻഡിവിജ്വൽ സ്ഥാനാർത്ഥികളെ വിട്ട് മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യം പാർട്ടി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് യുവാക്കളായ പുതുതായി ഉയർന്നു വരുന്ന നേതാക്കളുടെ കാര്യത്തിലാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറ്. മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ മുന്നണി രാഷ്ട്രീയത്തിലും പാർട്ടി രാഷ്ട്രീയത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മുതിർന്ന നേതാക്കളെ അങ്ങനെ തോൽക്കാൻ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതൊരു ബുദ്ധിപരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് കരുതാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിൽ അവർ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഈടുവെപ്പാണ്. അതിന് കേടുണ്ടാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യില്ല. ഒരുപക്ഷെ പാർട്ടികൾക്കകത്തുള്ള വടംവലികളെ തുടർന്ന്, ഗ്രൂപ്പ് കളികളെ തുടർന്ന്, വിഭാഗീയതയെ തുടർന്നൊക്കെ ഒരു വിഭാഗത്തിന് മേൽക്കൈ കിട്ടുമ്പോൾ മറ്റൊരു വിഭാഗത്തിലെ ആളുകളെ തോൽക്കാൻ വിട്ടുകൊടുക്കും. എന്നാൽ കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഒരു വനിതാ നേതാവിനെ അങ്ങനെ ഒരു തോൽക്കാനുള്ള സാഹചര്യം ഒരുക്കി വിട്ടുകൊടുക്കുക എന്നത് ബുദ്ധിപരമായൊരു നീക്കമായി കരുതാൻ കഴിയും. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ CPM വച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ 2 ടേം എന്നുള്ളത് CPIM-നും LDF-നും വിജയം ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടേം എന്ന നിബന്ധന നിശ്ചയമായും നടപ്പാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പല സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ മാറിയേക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ MM മണി ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിക്കണമെന്ന് അവിടുത്തെ ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടെങ്കിലും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് പറ്റില്ല, അദ്ദേഹം മാറണം എന്ന് നിർദ്ദേശിച്ചതായിട്ട് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ പലരുടെയും കാര്യത്തിൽ അത് വരുന്നുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ M സ്വരാജ് മത്സരിക്കണമെന്ന് നിർദ്ദേശം വെച്ചു. M സ്വരാജ് മത്സരിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശം എന്ന് കേൾക്കുന്നു. ഇങ്ങനെ പല പല നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ഇപ്പോൾ മട്ടന്നൂർ പോലെ ഒരു ഷുവർ സീറ്റ്, അവിടെ CPIM-ന് വേണമെങ്കിൽ പുതുതായി ആരെങ്കിലും പരീക്ഷിക്കാം. അതേസമയം ഇപ്പോൾ പേരാവൂർ പോലൊരു വോട്ട്, പേരാവൂർ മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിനൊന്നും തുടർച്ചയായി കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലം. തുടർച്ചയായി കോൺഗ്രസ്സാണ് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സണ്ണി ജോസഫാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പക്ഷേ അത്ര വലിയ ഭൂരിപക്ഷമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 3317 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറ്റേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പത്തെ 2016 അദ്ദേഹം ജയിക്കുമ്പോൾ 7000 ചില്ലറ വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അതിനു മുമ്പ് ജയിക്കുമ്പോഴും ഈ 3000-നടുത്തുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ ആ വലിയ ഭൂരിപക്ഷത്തിനൊന്നും ജയിച്ചു പോകുന്ന മണ്ഡലമല്ല പേരാവൂർ. അവിടെ കൂടുതൽ ജനപ്രിയതയുള്ള, കൂടുതൽ ജനസ്വീകാര്യതയുള്ള ഒരു നേതാവിനെ മത്സരിപ്പിച്ചാൽ ആ മണ്ഡലം വിജയിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു കാൽക്കുലേഷൻ അതൊരു പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പിന്നെ അവിടെ അവർ മത്സരിക്കുകയാണെങ്കിൽ അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടാകാനിടയുള്ളൊരു ആവേശം, ആ ആവേശത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു കണക്കൂട്ടലുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലം മാണി കോൺഗ്രസിന് കൊടുത്ത് അവർ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം CPIM അണികൾ പരസ്യമായിട്ട് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ട് ആ സീറ്റ് തിരിച്ച് CPIM ഏറ്റെടുത്ത് അവിടെ കുഞ്ഞമ്മക്കുട്ടി മാഷെ മത്സരിപ്പിച്ചു, അവർ ജയിപ്പിച്ചു. കുറ്റ്യാടി പോലൊരു മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായൊരു കാര്യമായിരുന്നു. കാരണം അത്രയും ജനബന്ധമുള്ള ഒരു MLA അവിടെ ഉണ്ടായിരുന്നു, പാറക്കൽ അബ്ദുള്ള എന്ന് പറയുന്നത്. അതുവരെ മറിച്ചിട്ടിട്ട് ജയിച്ചു. അപ്പോൾ ഈ ഒരു തന്ത്രം പയറ്റുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. അതിനൊരു സാധ്യതയുണ്ട്. അത്തരമൊരു തന്ത്രം പയറ്റുകയാണെന്ന് പറയാം. അതായിരിക്കും പറയാൻ പോകുന്നത്. പേരാവൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അക്കാര്യത്തിലൊന്നും നമുക്ക് ഉറപ്പ് വന്നിട്ടില്ല. പക്ഷേ ശൈലജ ടീച്ചറെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ ഒരു മണ്ഡലം KPCC അധ്യക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആ ഒരു മണ്ഡലം അവർ ഒരിക്കൽ അവിടെ ജയിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ആ മണ്ഡലം തോറ്റിട്ടുണ്ട്. ആ മണ്ഡലം പിടിക്കാൻ അയക്കുകയാണോ വേണ്ടത്, അതോ ഒരു തുടർഭരണം ലക്ഷ്യമിടുന്ന ഒരു മുന്നണി ആ ലക്ഷ്യത്തിലേക്ക് ഉതകുന്ന വിധത്തിൽ അവരെ കേരളത്തിന് മുഴുവൻ അവൈലബിൾ ആക്കുകയാണോ വേണ്ടത് പ്രചാരണത്തിന്? ഇതാണ് ചോദ്യം. അതിൽ പാർട്ടി തീരുമാനിക്കുകയാണ് പേരാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നാൽ മതി. പേരാവൂരിൽ ശൈലജ ടീച്ചർ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് KPCC അധ്യക്ഷനാണ് മത്സരിക്കുന്നത്. അവിടെ തളച്ചിടപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതാണോ വേണ്ടത് എന്നത് അതൊരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. അത് ഒരു മണ്ഡലം വിജയിച്ച് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു സ്ട്രാറ്റജിയാണിത് എന്ന് കരുതാൻ കഴിയില്ല. മറിച്ച് അവരെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ അവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പം നിശ്ചയമായും നിർത്തുക എന്നത് തന്നെയാണ്. നിശ്ചയമായും ജയിക്കും എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ 2 ടേം വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കണമെങ്കിൽ
മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് തുടർച്ചയായി 2 വട്ടം ജയിച്ചു വരികയാണ്. ധർമ്മടം CPM സംബന്ധിച്ച് നിശ്ചയമായും ജയിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അങ്ങനെയാണ് അവിടെ 2 ടേം വ്യവസ്ഥ അവിടെ പാലിക്കുന്നത്. അത് പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അദ്ദേഹമാണ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അത് ആ വ്യവസ്ഥ അവിടെ ഒഴിവാക്കി കൊടുക്കുന്നുണ്ടാകും. എന്നാൽ സമാനമായ അവസ്ഥയിൽ കേരളം ഇപ്പോൾ ബഷീർ പറഞ്ഞ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് LDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരാളെ ഒരു മണ്ഡലത്തിലേക്ക് മാത്രം തളച്ചിടുക എന്ന് പറയുമ്പോൾ അത് ഈ പാർട്ടിക്ക് മുന്നണിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പരിക്കുണ്ട്. ഈ പരിക്കിനെ സ്വയം മനസ്സിലാക്കാതിരിക്കുന്നുവെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതായത് KK ശൈലജ ഇപ്പോൾ കഴിഞ്ഞ 2021 അവർ ജയിച്ചു വരുമ്പോൾ മട്ടന്നൂരിൽ നിന്ന് 60,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമ്പോൾ മന്ത്രിസഭയിൽ നിശ്ചയമായി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളാണ് അവർ. കാരണം അവരുടെ ആ കാലത്തെ പ്രകടനം വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടു. ബഷീർ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രാജ്യാന്തര തലത്തിൽ പല അംഗീകാരങ്ങൾ അവരെ തേടി വന്നു. ഇപ്പോൾ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുടെ മികവിൽ ഐക്യരാഷ്ട്രസഭ തന്നെ അവരെ അങ്ങോട്ട് പ്രത്യേക പദവി, പ്രത്യേക ചടങ്ങിലേക്ക് വിളിച്ച് ആദരിച്ചു. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആരെയും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരെയും മന്ത്രിസഭാംഗങ്ങളാക്കേണ്ടതില്ല, പുതിയ ടീം വരട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിനും ന്യായമുണ്ടാവും, കാരണം പുതിയ ടീം വരട്ടെ എന്നുള്ളത്. പക്ഷെ അപ്പോൾ പോലും ഒരു പക്ഷേ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ ചിത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്തതുപോലെ ഒരു വനിതാ നേതാവ് ഉയർന്നു വരുന്നു എന്നുള്ളതിലുള്ള ഒരു പ്രശ്നം ഇപ്പോഴും CPM അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതൊരു വനിതാ നേതാവ് ഉയർന്നു വരുന്നു എന്നതിലുള്ള പ്രശ്നമാണോ, അതോ അല്ലാതെ തന്നെ ശൈലജ ടീച്ചറുമായി വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ഒരുപക്ഷെ പൊതുജനം വിലയിരുത്തുന്ന അത്രയും വലിയ മികവിലായിരിക്കില്ല ശൈലജ ടീച്ചറുടെ പാർലമെന്ററി പ്രവർത്തനത്തെ പാർട്ടി വിലയിരുത്തുന്നത്. അതും ഉണ്ടാകാം. പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ UN ഒരു ചടങ്ങിന് വിളിച്ചാദരിച്ചിരുന്നു. കൊറോണ വൈറസ് സ്ലെയർ എന്നായിരുന്നു ഗാർഡിയൻ്റെ കവർ സ്റ്റോറിയിൽ, ഗാർഡിയൻ വീക്കിലിയുടെ കവർ സ്റ്റോറിയിൽ ശൈലജ ടീച്ചറെ കുറിച്ച് വന്നത്. ഫിനാൻഷ്യൽ ടൈംസിൽ അവരെക്കുറിച്ച് കവർ സ്റ്റോറി വന്നിരുന്നു. BBC വോഗ് ഇന്ത്യ യിൽ വന്നിരുന്നു. ഈ തരത്തിൽ ഇന്റർനാഷണൽ മീഡിയയിൽ ഉടനീളം അക്കാലത്ത് ഒരു ഇന്ത്യൻ രാഷ്ട്രീയ പ്രവർത്തക, ഒരു സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ പ്രകീർത്തിക്കപ്പെട്ടത് ഒരു പക്ഷേ അത്രയും വലിയ തോതിലുള്ള പ്രശംസ മറ്റൊരാൾക്കും ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ളത് കിട്ടിയിട്ടില്ല. അതോടൊപ്പം പാർട്ടി നിരാകരിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് അവർ നിരസിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റമോൺ മാഗ്സസെ അവാർഡിന് അവരെ പരിഗണിച്ചിരുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ പാർട്ടി അത്തരമൊരു അവാർഡ് സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അവർ ആ അവാർഡ് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. ഇതിനെ 2 രീതിയിൽ വായിക്കാം. പാർട്ടിയുടെ അച്ചടക്കത്തിന് അപ്പുറത്തൊന്നുമില്ല എന്ന് വായിക്കാം. പക്ഷെ ജനങ്ങളുടെ ആഗ്രഹം എന്ന ഒന്നുകൂടിയുണ്ട്, ജനങ്ങളുടെ അഭിലാഷം, രാഷ്ട്രീയ അഭിലാഷം എന്നതുണ്ട്. അതവർ ശൈലജ ടീച്ചറുടെ നേരത്തെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് 2021 അവരെ തിരഞ്ഞെടുത്തത്. അതിന് തൊട്ട് മുമ്പുള്ള മന്ത്രിസഭാ കാലം അവർ രാഷ്ട്രാന്തരീയ തലത്തിൽ പ്രശംസിക്കപ്പെടുന്ന വിധത്തിൽ അവരുടെ ഡ്യൂട്ടി ചെയ്തതാണ്. സ്വാഭാവികമായും ആ ക്രൈസിസ് മുഴുവനായും കേരളം മറികടന്നിരുന്നില്ല. 2021 ക്രൈസിസ് തന്നെ നിലനിൽക്കുകയായിരുന്നു. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും ഒരു ക്രൈസിസ് നിലനിൽക്കും. ആ ഘട്ടത്തിൽ അവർക്കൊരു 2ാം ടേം അനുവദിക്കുന്നതിന് പകരം അവരെ മാറ്റി നിർത്തുകയും ഒരു പുതിയ മന്ത്രിയെ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ജനങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രി ഒന്നിലധികം തവണ ഇരുന്ന ചരിത്രമില്ല. ഒരുപക്ഷെ MT പത്മയോ മറ്റോ കരുണാകരന്റെ 2 മന്ത്രിസഭയിൽ ഒരേ ടേമിലുള്ള 2 മന്ത്രിസഭയിൽ 2 തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. മറ്റൊരാളില്ല. 9 വനിതാ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമ്മുടെ ചരിത്രത്തിൽ മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ ഗൗരിയമ്മ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനസ്വാധീനമുണ്ടായിരുന്ന മന്ത്രിയാണ് KK ശൈലജ. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ 3 പേരുണ്ട്. എല്ലാവരെയും പരിഗണിച്ചാലും KK ശൈലജ തന്നെയാണ് ഗൗരിയമ്മയ്ക്ക് ശേഷം നമ്മുടെ രാഷ്ട്രീയം കണ്ടതിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ള ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തക. അവരുടെ ആ പൊളിറ്റിക്കൽ ജേണിയെ തടയേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. ഇത് പറയുമ്പോഴേ 1987 KR ഗൗരി മുഖ്യമന്ത്രിയാവും എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് ഗൗരിയമ്മ തന്നെയും അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രചരണം നടന്നതായി അന്ന് മുദ്രാവാക്യം വിളി ഏതായാലും നടന്നിട്ടുണ്ട്. അതിനുശേഷം 1996
വി എസ് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോൽക്കുമ്പോൾ സുശീല ഗോപാലിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ രണ്ട് പേരുടെ പേരുകൾ മാത്രമാണ് ഒരുപക്ഷെ വനിത എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയോ പരാമർശിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിപ്പം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തൊരു നേതാവാണ് കെ ശൈലജ. അപ്പോൾ അവരെ ഇത്ര റിസ്കി ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കുക, ഇല്ലെങ്കിൽ അവരെ മത്സരിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വളർന്നു വലുതാകാൻ പാകത്തിലേക്ക് അവരെ CPIM കാണുന്നില്ല എന്നാണോ, അതോ വ്യക്തിപരമായ ചില താല്പര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ അത് മാറ്റി നിർത്തുന്നു എന്നാണോ? എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാൻ വിചാരിക്കുന്നത് വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടി ഉണ്ട് അതിനകത്ത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ ഇവിടെ ഇല്ല, പ്രത്യേകിച്ച് നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷെ ജനങ്ങളുടെ മനസ്സിലുള്ളത്, ജനം എക്സ്പ്രസ് ചെയ്യുന്നത് സാഹചര്യങ്ങളുടെ കാര്യം എന്നത് പരിഗണിക്കുകയാണെങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പുറത്ത് മറ്റു ചിലരുടെ വഴി അടഞ്ഞു പോകും എന്നതിൻ്റെ പുറത്താണ് ശൈലജയെ പോലുള്ള ആളുകൾ. അത് ശൈലജ മാത്രമല്ല, യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 സ്ഥാനാർത്ഥിത്വത്തിൽ മുതിർന്ന നേതാക്കൾ, ഐസക്കിനെ പോലുള്ള നേതാക്കൾ പരിഗണിക്കപ്പെടാതിരുന്നത് പോലും അത്തരം സാഹചര്യത്തിലാണ് എന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ശൈലജ എന്ന് മത്സരിപ്പിച്ചത് ഒരുപക്ഷെ വിജയം ഉറപ്പാകാത്തത് കൊണ്ട്, ശൈലജയെ മാറ്റി നിർത്തിയാൽ തോറ്റുപോകുമെന്നത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അന്ന് മത്സരിപ്പിച്ചത്. വ്യക്തിപരമായ ജനങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നിൽ, അവരുടെ രാഷ്ട്രീയ യാത്രയുടെ മുന്നിൽ ഇവരൊരു തടസ്സമാകും എന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വിവേചനം നേരിടുന്നത് എന്നത്? വിവേചനം എന്ന വാക്കുപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ്. കാരണം വിവേചനമല്ല, അവരുടെ രാഷ്ട്രീയമായ അവരുടെ ഫുള്ളസ്റ്റ് സ്കോപ്പിലേക്ക് അവരെത്തുന്നത് തടയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. അതിന് ചരിത്രപരമായി അതിനെ കണ്ടാൽ മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ. കേരളത്തിന് ഇങ്ങനെ ഒരു ഉജ്ജ്വലമായ രാഷ്ട്രീയ ചരിത്രമുണ്ട്. ഗൗരിയമ്മ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വനിതാ നേതാക്കൾക്കൊന്നും ഗൗരിയമ്മ ഒഴികെയുള്ള ഒരാൾക്ക് പോലും രണ്ടാം ടേമിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ളൊരു ചരിത്രത്തിൽ ഗൗരിയമ്മക്കെങ്കിലും ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം നമ്മൾ അതിനെ ചരിത്രപരമായി കാണുന്നുണ്ടെങ്കിൽ ശൈലജ ടീച്ചറോട് കാണിക്കുന്നത് ഒരു അനീതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് നേരെയുള്ള അനീതിയല്ല, അത് ജനങ്ങൾ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയാം. നേരത്തെ നമ്മൾ വനിതാ മന്ത്രിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ അതിലൊരു ചെറിയ തിരുത്തുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ മൾട്ടിപ്പിൾ ടേമിൽ മന്ത്രിയായ ഏക വനിത KR ഗൗരിയമ്മ മാത്രമാണ്. ബാക്കിയുള്ളത് MT പത്മ 1991 കരുണാകരൻ സർക്കാരിലും, അതിനുശേഷം കരുണാകരൻ രാജിവെച്ച് AK മുഖ്യമന്ത്രിയപ്പോൾ ഗൗരിയമ്മ ഒഴികെ മറ്റൊരാളും വന്നിട്ടില്ല. ഒരു പക്ഷേ ആ തരം പ്രതിബന്ധങ്ങളൊക്കെ കടന്ന് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയുമായിരുന്ന ഒരാളെ അങ്ങ് മാറ്റി നിർത്തിയേക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ വായിക്കേണ്ടി വരും, അങ്ങനെ തന്നെ കാണേണ്ടിയും വരും. ജനം അങ്ങനെയാണ് അതിനെ കാണുന്നത്. പാർട്ടി അണികൾക്കിടയിൽ ഇത് പല രീതിയിൽ വിജയകരമായി വിശദീകരിക്കപ്പെട്ടേക്കാം, പക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിശദീകരണം നിലനിൽക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. റൈറ്റ്. ഇത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, കാരണം ഇപ്പോൾ LDFനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ തോമസ് ഐസക്, EP ജയരാജൻ, അതുപോലെ G സുധാകരൻ, അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നേതൃനിര കഴിഞ്ഞ തവണ മാറി നിന്നിരുന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നു. അന്നും സമാനമായ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും തലപ്പൊക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തുന്നത് ഉചിതമാണോ അല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ടേമിൽ, അതായത് 2016-21 ടേമിൽ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളുകളാണ് ഇവരൊക്കെ. വലിയ പ്രതിസന്ധി കാലത്ത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോയ മന്ത്രിയായിരുന്നു തോമസ് ഐസക്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ G സുധാകരൻ്റെ പ്രതിച്ഛായ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ടും ഈ 2 ടേം നിബന്ധന എന്നുള്ളത് കർശനമായി നടപ്പാക്കിക്കൊണ്ട് ഈ മുതിർന്ന നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിയിരുന്നു. അന്നും സമാനമായ വിധത്തിലുള്ള സംശയങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും തലപ്പൊക്കമുള്ള നേതാക്കളെ മാറ്റി നിർത്തി മത്സരിപ്പിച്ചാൽ ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നു. പക്ഷേ ഫലം വന്നപ്പോൾ വേറൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സമാനമായ രീതിയിൽ CPIMന് അണികളോട് വിശദീകരിക്കാനും LDFന് ജനങ്ങളോട് പറയാനും പറ്റും. ഇപ്പോൾ KK ശൈലജയായിട്ട് വേറൊരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ KK ശൈലജ 1996 മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. 2006 മത്സരിച്ചിട്ടുണ്ട്, 2011 മത്സരിച്ചിട്ടുണ്ട്, 5 തവണ മത്സരിച്ചു. ഒരു തവണ ലോക്സഭയിലേക്കും മത്സരിച്ചു. ഒരു തവണ നിയമസഭയിലും, ഒരു തവണ മത്സരിച്ച തവണ ലോക്സഭയിലും പരാജയപ്പെട്ടു. അതാണ് അവരുടെ ഇത്.
അങ്ങനെ എണ്ണം വെച്ച് നോക്കിയാൽ ശൈലജ ടീച്ചർക്ക് അവസരങ്ങൾ കിട്ടിയില്ല എന്നല്ല ജനം ഉന്നയിക്കുന്ന വിമർശനം. കേരളത്തിൻ്റെ ഇപ്പോൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ജനമനസ്സിൽ ഇടമുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ ചിലരെ അവരുടെ മുഴുവൻ ജനങ്ങളുടെ മുഴുവൻ അഭിലാഷം എന്ന് പറയാം ആ വിധത്തിൽ വളരാൻ അനുവദിക്കുന്നതിന് പകരം, അത്തരത്തിലുള്ള അവസരങ്ങൾ നൽകി പാർട്ടി തന്നെ അവരെ വളർത്തുന്നതിന് പകരം ചിലരെ ബോധപൂർവം തന്നെ സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു എന്നതിലാണ് ജനത്തിന് സംശയമുള്ളത്. ഇത്തരം മാറ്റി നിർത്തലുകൾ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM-ൽ ഇത് ചെറിയ തോതിലുള്ള മുറുമുറുപ്പുകൾക്കും ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒക്കെ കാരണമാകുന്നു. ഇപ്പോൾ 2006 അത് വലിയ പ്രതിഷേധമായിരുന്നു. VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ കണ്ട പ്രതിഷേധം അത് ബഷീറിന് നേരിട്ട് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനൊന്നും പക്ഷേ ഇവിടെ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്കോപ്പുമില്ല. ഒന്ന് VS-ൻ്റേത് 2 തവണയും 2006-ലും 2011-ലും ഒന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പോരാ, വലിയ തോതിലുള്ള ജനകീയമായ ഒരു ഇളക്കമുണ്ടാക്കിയ പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് 2011-ലെ പ്രതിഷേധം വന്നത്. അത്തരത്തിലുള്ളൊരു ഇളക്കമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ ഒന്നും ഇതിൽ വരുമെന്നോ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ പരസ്യമായ ഒരു സംഗതി ഉണ്ടാകുമെന്നോ എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ജനങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒരു മുന്നണി തുടർഭരണം തേടി ഇറങ്ങുമ്പോൾ അതിൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെയും പ്രയോഗിക്കാത്തതെന്ത് എന്ന ചോദ്യവും ഉയരും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം എന്നുള്ളത്. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അതിൽ KK ശൈലജയ്ക്ക് സീറ്റുണ്ടാവുമോ, അവരെവിടെയായിരിക്കും മത്സരിക്കുക, പേരാവൂരിൽ അവരുടെ പേര് നിർദ്ദേശിക്കപ്പെടുമോ, ആ നിർദ്ദേശമുണ്ടായാൽ അവരോട് മത്സരിക്കും, ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും വലിയ കൗതുകമുണ്ട്. വലിയ കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മുതൽ ഇതുവരെയുള്ള കാലത്ത് കേരളത്തിൽ വലിയ ജനകീയ പ്രതിച്ഛായയുള്ള CPM-ലെ നേതാക്കളിൽ ഒരാളായ KK ശൈലജയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുമ്പോൾ തന്നെ അതിലൊരു കൗതുകമുണ്ട്. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.